മുത്തുണിസേ ഒരാളെ കാണിച്ചു തരാട്ടാ. നമ്മളെ കേരളത്തിലെ അർജന്റീനൻ്റെ സ്കലോണി ഉണ്ടാ ആ കൊടിയും ചൂടി നിൽക്കണണ്ടാ. ഏതാ വൈബ് ട്രൗസറൊക്കെ ഇട്ടുണ്ട്. കിണത്ത് കയറി 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 വരും ആള് തരുന്നുണ്ട്. അതെ അതെ അർജന്റീനൻ സ്കലോണി. അസ്സലാമലൈക്കും. ഇങ്ങോട്ട് കയറി എത്തർത്താനോ? ആര്? ഞാനാണ്. നിങ്ങളാണ് ഗൾഫില്? നിങ്ങൾ നമ്മളൊക്കെ മറന്നോ? നമ്മളാരെയും നിങ്ങക്ക് കൊളംബിയ എന്താ കളി മോനെ. കൊളംബിയന്റെ കളിന്റെ സ്പീഡൊക്കെ ഇവിടെ ഫുൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങള് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? കൊളംബിയ എന്താ കളി. അവിടെ വണ്ടി അവിടെ പാർക്കിംഗ് ഉണ്ടാ? ഇവിടെ നമുക്ക് ഇവിടെ നമ്മള് വണ്ടിയിൽ തന്നെ. നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല. നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ആണ് സൈഡാക്കി ഇടാം. എന്നിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ മെസ്സിന്റെ കളി? ഞാനെന്താ വരാന്ന് വെച്ചാല് നിങ്ങള് ഫേമസ് ആണ്. നിങ്ങൾ ഭയങ്കര തിരക്കാണ്, ബിസി അല്ലേ? അതിന്റെ ഇടയിൽ ഞാൻ ഒഴിവാക്കിയ ഒരു പരിപാടിയില്ല. എന്നോട് പല ആൾക്കാരും പറയും നമ്മളെ ആളവിടെ പോയിന്ന്. ആളെ ഞാൻ കാണേന്റെ ഒക്കെ പറഞ്ഞു ഞാന്. അപ്പൊ അന്നെ ഞാൻ ഒഴിവാക്കൂല. അപ്പൊ ശരിക്കും തിരക്കാണ്. UAE-ലാണ് ഞാൻ കേട്ട്. അല്ല അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താ വർത്താനൊക്കെ അടിപൊളിയാണ്. അപ്പൊ കളിയൊക്കെ കളി ഞങ്ങള് ബ്രസീൽ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് അറിയാലോ. ഒന്നാമത് ഞങ്ങളെ നെയ്മർ ഇല്ല. പിന്നെ ക്വാർട്ടർ ഫൈനലിലാണെങ്കിൽ വിനീഷ്യസിന് പരിക്കും. അപ്പൊ ഓനും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത വേൾഡ് കപ്പിൽ നോക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിക്കൊടുത്താണ്. കാരണം ഈ ഡീമരിയൊക്കെ ഇനി ഒരു ചാൻസ് ഇല്ല, ലാസ്റ്റ് ആണ്. അല്ല നെയ്മറിന് ഇനി അടുത്തും ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കൊടുത്താണ്. പിന്നെ പറയുകയാണെങ്കിൽ കൊളംബിയ എന്താ കളി. അവരൊക്കെ എന്ത് സ്പീഡാണ് അല്ലേ? കൊളംബിയ എന്താ കൊളംബിയ എന്ന് ഞാൻ അന്നേ പറഞ്ഞാൽ ഓല് ഭയങ്കരപ്പെട്ട രാജ്യങ്ങളാണല്ലോ. അപ്പൊ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളാണ് പിന്നെ കൊളംബിയയും അർജന്റീനയും. ഓല് വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് പരസ്പരം കളിക്കണ ഒരു ടീമുകളാ. അപ്പൊ 28 മത്സരം പരാജയപ്പെടാതെ വരുന്ന ടീമാണ് കൊളംബിയ. ആനാണ് ചേനാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. പക്ഷെ ഞാൻ അപ്പം പറഞ്ഞു ഓല് ഭയങ്കര പിന്നെ കളിക്കുന്ന ടീമാണ്. 28 മത്സരം പരാജയപ്പെടാത്ത ടീം, നല്ല ടീമാണ് കൊളംബിയ. അവരുടെ കോച്ച് നെസ്റ്റൻ ലൊലെൽസോ പറഞ്ഞ കോച്ചാണ്. നെസ്റ്റൻ ലൊലെൽസോ എന്ന് പറഞ്ഞ കോച്ചാണ്. നല്ല കോച്ചാണ്. പിന്നെ ശക്തമായ ഒരു കളിക്കാരനാണ് അതിൽ റോഡിഗ്രസ്. റോഡിഗ്രസ് നല്ല ഫോമിലാണൊക്കെ പറഞ്ഞു. റോഡിഗ്രസ് അല്ലേ നല്ല കളിക്കാനാട്ടോ. അവർ ഡിയാസ് ഒക്കെ ഉണ്ടായി. പക്ഷെ കൊളംബിയനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയ അവസാന ഗോളോടി ഒന്നായിട്ട് ഗോളടിക്കാൻ കേറി കളിച്ചാൽ കൊളംബിയ. പിന്നെ ടൈം ബേക്കർ വന്ന കാര്യം അപകടമാണ്. കാരണം പിന്നെ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോളിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയാം. എങ്ങനെങ്കിലും ഒരു ഗോളടിക്കണം എന്നുള്ള രീതിയിൽ കൊളംബിയ എല്ലാരും കൂടി കേറി കളിച്ചപ്പോ വീണ് കിട്ടിയ ഒരു കൗണ്ടർ അറ്റാക്ക് മാത്രമാണ് അർജന്റീന ഒരു അറ്റാക്കിംഗ് ആയിട്ട് ഞാൻ കണ്ടതാ കളി. ബാക്കി മുഴുവൻ ഗ്രൗണ്ട് അതങ്ങനെ കാണാൻ കഴിയില്ല. കാരണം 90 മിനിറ്റ് ഡീമരിയുടെ കുറച്ച് അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. 90 മിനിറ്റ് വരെ കൊളംബിയ പൊരുതിയല്ലോ. പക്ഷെ ഓല് ഗോൾ അടിക്കാൻ വേണ്ടിട്ട് ഒന്നായിട്ട് കൊളംബിയ കഴിച്ചിലാവില്ല. അപ്പൊ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ. ഈ ഗോൾ കീപ്പർ എല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും നമ്പർ 1 ടീമാണ്. ടൈം ബേക്കർ അയാൾക്ക് ഒരു രസാണ്. അത്ര കിക്ക് വിദഗ്ധനാണ് മാർട്ടിനസ്. അപ്പൊ അതൊരു ബേജാറ് കൊളംബിയൊക്കെ ഉണ്ട്. കൊളംബിയ പക്ഷെ അർജന്റീനക്ക് കുടുങ്ങിയെന്താ പറയുന്നത്, മുമ്പ് തന്നെ ജയിക്കും. കാരണം മെസ്സിക്ക് പരിക്ക് കുടുങ്ങിട്ട് പോയി. ഇപ്പൊ ഞാൻ മെസ്സി പോയ സ്ഥിതി അതല്ല, മെസ്സിക്ക് പരിക്ക് കുടുങ്ങി. ഓക്കെ, അതിന് മുന്നേ മെസ്സിനെ ഗ്രൗണ്ടിൽ കണ്ടി ഞങ്ങള് പൂർണ്ണ പിന്നെ ഫിറ്റിലല്ല മെസ്സി. അതാണ് ശരിയാണ്, കണ്ടില്ല. പക്ഷെ മെസ്സി യഥാർത്ഥ ഒരു ഫോമിലേക്കല്ല, അല്ലെങ്കിൽ വേൾഡ് കപ്പിന്റെ ഒരു പെർഫോമിലേക്ക് അർജന്റീന ഉയരാൻ സാധിച്ചില്ല. അതിപ്പോ എല്ലാവർക്കും അറിയാം. അതേ ഫ്രാൻസ് പറ്റേ വീക്കാണ്. ഇപ്പൊ യഥാർത്ഥ ഒരു ഫോമിലേക്ക് എല്ലാ കളികളും യഥാർത്ഥ ഫോമിൽ കളിച്ച യൂറോപ്പ് കപ്പില് സ്പെയിനാണ്. യൂറോപ്യൻ കപ്പില് സ്പെയിൻ നല്ല പോരാട്ടം. ലാറ്റിൻ അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഒരു പിന്നെ കളിയിലല്ല ഫോമിലല്ല അർജന്റീന ഉള്ളത്, അവിടെ ഫ്രാൻസ് ഉള്ളത്, അവിടെ ബ്രസീൽ. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, വിനീഷ്യസ് സസ്പെൻഡ് ആയിട്ട് പോയി. എന്നാലും ഉറുഗ്വയുടെ ടൈം ബേക്കറല്ലേ പിടിച്ചിർത്തിന് ബ്രസീൽ. എന്നാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന മെസ്സി ഇല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ അർജന്റീന പോരാടിയല്ലോ. അപ്പൊ അർജന്റീന ലേഡസ് കെലോണിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഭയങ്കര പിന്നെ പെരഡസ്, അതുപോലെ ലൗതാറോ മാർട്ടിനസ്, ലോസെൽസോ
ഓനെ ഇറക്കിയിട്ടോണ്ട് കൂടിയിട്ട് ഗതിയായിട്ട് മാറി. അപ്പോൾ എങ്ങനെ കളിക്കണം, എങ്ങനെ ടീം കൊണ്ടുപോകണം എന്നുള്ള ഏറ്റവും വലിയ ലോകത്ത് നമ്പർ 1 കോച്ചാണ് ലയണൽ സ്കലോണി. അപ്പം അതുകൊണ്ട് ഇപ്പോ കൊളംബിയ ഒന്നായിട്ട് കേറിയിട്ട് ലക്ഷ്യം കിട്ടിയാണെന്നുള്ള ഞാൻ വിശ്വസിക്കൂല. അല്ല, നമ്മൾ അങ്ങനെ പറയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കില് അതിന് മുന്നേ ഈ 60-90 മിനിറ്റ് കളിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചോ അങ്ങനെ അർജന്റീന? ഗോൾ അടിച്ചില്ലല്ലോ. 90 മിനിറ്റ് കളിക്കാന്ന് പറഞ്ഞാൽ കൊളംബിയ എന്ന് പറഞ്ഞ ചില്ലറ ടീമൊന്നും അല്ല. മോശം 24 പറഞ്ഞ മാതിരി ഒരു മിനിറ്റ്, കൊളംബിയ ചില്ലറ ടീമൊന്നുമില്ലല്ലോ. നിങ്ങൾ അർജന്റീന ഫാൻസിനോട് പറഞ്ഞു കൊടുക്കിയത് ഞങ്ങൾ ബ്രസീൽ സമനില പിടിച്ചപ്പോ എന്താ പറഞ്ഞിനി? ചെറേക്കാടാണ്, ലോക്കൽ ടീമാണ്, തല്ലിപ്പൊടി ടീമാണ്. ബ്രസീൽ സമനില പിടിക്കുമ്പോ കൊളംബിയ ബ്രസീലും സമനില പിടിക്കുമ്പോ കൊളംബിയക്ക് നിർണായകമല്ല. കൊളംബിയ പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ 2ാം റൗണ്ടിൽ കയറിയ ടീമാണ് കൊളംബിയ. കൊളംബിയക്ക് അന്ന് നിർണായകമല്ല. കൊളംബിയ 2 കളിക്ക് ജയിച്ച് നിൽക്കുകയാണ്. കൊളംബിയ അന്ന് ജയിച്ചാലും തോറ്റാലും കൊളംബിയ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കും. നിർണായകമാണെങ്കിൽ അന്ന് കൊളംബിയക്ക് നിർണായകമാണെങ്കിൽ ബ്രസീൽ തോറ്റിരിക്കും. കൊളംബിയ വലിയ ടീമേ അതല്ല കേക്ക്. അന്ന് കൊളംബിയക്ക് നിർണായകമല്ല, എല്ലാവർക്കും അറിയാം. 2 കളിയിൽ ജയിച്ചതാണ് കൊളംബിയ. 2 കളിച്ച് 6 പോയിന്റ് കിട്ടും. അപ്പൊ കൊളംബിയ ജയിച്ചതാണ്. അപ്പൊ കൊളംബിയക്ക് നിർണായകമല്ല. അർജന്റീനയും കൊളംബിയ നിർണായകമാണ്, ഫൈനൽ മത്സരമാണ്. അപ്പൊ കൊളംബിയ അങ്ങനെ കളിക്കുന്ന ലോകത്ത് എല്ലാവർക്കും അറിയാം. അർജന്റീന മെസ്സിയോട് പെരുക്ക് പറ്റിപ്പോയി. മെസ്സി കളത്തുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരു ഗോൾ ജയിച്ചിനി. മെസ്സി പോയിട്ടും അർജന്റീന സമ്മതിക്കണം, ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പോരാടി. ലൗതാറോ മാർട്ടിനസ് ഇട്ട ഗോളൊക്കെ നല്ല ഗോളല്ലേ? എനിവേ അർജന്റീന ജയിച്ചു. അങ്ങനെ യൂറോപ്യൻ ചാമ്പ്യനായ സ്പെയിനും അർജന്റീനയും പിന്നെ 25 ഡേറ്റ് തീരുമാനിച്ചില്ല. ഫൈനലിസം മത്സരത്തിന് മുട്ടാണ് ഇറ്റലി ആയിട്ട് കളിച്ചത്. അതില് ഇപ്പൊ ഭയങ്കര ടീമാണ് സ്പെയിൻ, എല്ലാവർക്കും അറിയാം. സ്പെയിനും അർജന്റീന ഫൈനലിസം മുട്ടും. ഫൈനലിസം മുട്ടുന്ന സമയത്ത് സ്പെയിൻ നല്ല ടീമാണ് സ്പെയിന്. അതുപോലെ പിന്നെ ആ സമയത്ത് കളി മാറും പിന്നെ അർജന്റീന ഉറപ്പാണ്. ജമാലും വില്യംസ് പറഞ്ഞ 2 കൂട്ടുകെട്ട് സ്പെയിൻ അസാധ്യമായ ടീമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. സോമൻ ഒരു ഗോൾകീപ്പറൊക്കെ ഉണ്ട്, അതുപോലെ പിന്നെ മെറോട്ടൊക്കെ ഉണ്ട്. ശക്തമായ ടീമാണ് സ്പെയിൻ. പക്ഷെ എന്നാലും അർജന്റീന യഥാർത്ഥ യൂറോപ്യൻ ടീമിനോട് കളിക്കുമ്പോൾ ഗതിമാറി. അതിന്റെ തെളിവാണല്ലോ പിന്നെ വേൾഡ് കപ്പിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെ കീഴടക്കി. അവസാനം സൗദി അറേബ്യ അപ്രത്യക്ഷമായി തോറ്റ്. ശരി, പിന്നെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അപ്പൊ സ്പെയിൻ യൂറോപ്യൻ രാജ്യത്തിലെ അവിടെ അർജന്റീന അടുത്ത മത്സരത്തിൽ ആ മത്സരത്തിൽ സ്പെയിൻ ജയിക്കൂല, അല്ലെങ്കിൽ സംഗതി ഡ്രോയിലേക്ക് പോകല്ലാതെ സ്പെയിൻ ജയിക്കൂല. നമുക്ക് കാണാം. എനിക്കെന്താ പറയാനുള്ളത്? തോൽക്കും. ഇപ്പൊ കൊളംബിയനോട് ഞങ്ങൾ പറ്റില്ലേ? അതറിയണെങ്കില് മെസ്സി ഒക്കെ എക്സ്പയർ ആയി. ഇനി യമാലൊക്കെ അറിയണ്ടെങ്കില് ചെറിയ കുട്ടിയാവുമ്പോ ഏതോ പരസ്യത്തിന് വേണ്ടി ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്. അതിന് മെസ്സി കുളിപ്പിച്ചോണ്ട് സൂപ്പർ സ്റ്റാർ ആയി. അത്ര ചെറിയ ചെക്കനാണ് സമ്മതിച്ച്. പക്ഷെ മെസ്സിയും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ പക്ഷെ ഓലൊക്കെ ആയ കാലത്ത് നല്ല കളിക്കാരനെ എനിക്ക് പറഞ്ഞ മാതിരി പിന്നെ പ്രായം തളർത്തിക്കൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ ഇല്ലെങ്കിലും അർജന്റീന എങ്ങനെയാണെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ 2026 മെക്സിക്കോ, അമേരിക്ക, കാനഡ അവിടെ വെച്ചിട്ടാണ് വേൾഡ് കപ്പ് നടക്കാൻ പോണത്. അപ്പൊ അവിടെ വെച്ച് കളി നടക്കാൻ പോണ സമയത്ത് മെസ്സിന്റെ കാര്യം ഏഞ്ചൽ ഡി മരിയ അവിടെ ഓട്ടോമാറ്റിന്റെ ഇപ്പൊ സെക്കൻഡ് ഇറങ്ങണേ. അപ്പൊ ആ സാഹചര്യത്തിൽ എന്നാലും ഒരു ഇല്ലെങ്കിലും അർജന്റീന സ്കലോണി പറഞ്ഞ കോച്ച് ഉണ്ടാവുന്ന വിശ്വാസം അതുണ്ടായി കഴിഞ്ഞാൽ ടീമിൽ എങ്ങനെ വാർത്ത കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങളൊക്കെ അർജന്റീന ആരാധകരൊക്കെ വിശ്വാസം. മെസ്സി ഉണ്ടാവില്ല. മെസ്സി പൂർണ്ണമായിട്ട് ഇപ്പൊ ഇതില് ഫോമല്ലേ. സ്കലോണി പറഞ്ഞല്ലോ ഡിമറിയ ഈ കോപ്പ എടുത്തിട്ട് വിരമിക്കാണ്. മെസ്സി 2026 വേൾഡ് കപ്പിലും കളിച്ചില്ലെങ്കിലും ടീമിനൊപ്പം ഉണ്ടാവും. കളിച്ചില്ലെങ്കിൽ ടീമിനൊപ്പം ഉണ്ടാകാൻ സാധ്യത. പക്ഷെ യഥാർത്ഥ ഒരു പിന്നെ ഫോമിലേക്ക് ഉയരാൻ കഴിയൂല. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളൊക്കെ ജീവിതകാലത്ത് കണ്ട ഏറ്റവും വലിയ കളിക്കാരായ ആളുകളൊക്കെ പോയി. അപ്പൊ സത്യം പോയി പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ മങ്ങിലേ. അതോടൊപ്പം മെസ്സി ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്നാലും പിന്നെ പരിക്കില്ല കാലം ലോകത്തെ എല്ലാ റെക്കോർഡുകളും വാരികൂട്ടി എല്ലാ ഉയർച്ചയിലെത്തിയില്ല മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ. വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു ക്ഷീണമുള്ളൂ. അതായത് പിന്നെ യൂറോ കപ്പ് റൊണാൾഡോക്ക് പരിക്കായി കയറി കൂട്ടുകാർ കളിച്ച് യൂറോ കപ്പ് നേടിക്കൊടുത്തു. മെസ്സിക്ക് പരിക്കായി കയറി പിള്ളേര് കയറി പറഞ്ഞാൽ മതി. ആ സംഗതി നോക്കാണ്ട് സമം കാരണം ഇവിടെ പരിക്ക് പറ്റിയപ്പോ ലാറ്റിൻ അമേരിക്ക കിരീടം ഒക്കെ ഓരോ ഭയങ്കരപ്പെട്ട കിരീടം. ഇവിടെ ലാറ്റിൻ അമേരിക്കൻ
യൂറോപ്യൻ രാജ്യം തീരുമാനിക്കുന്ന കിരീടം നേടി അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പെരുക്ക് പറ്റിയപ്പോൾ യൂറോപ്യൻ കൺട്രികളിലെ കിരീടം നേടിക്കൊടുത്ത് ആ വിഷയത്തിന് ഒപ്പത്തിനൊപ്പം. ഇനി ഈ പിന്നെ ഞങ്ങളെ ബ്രസീൽ ടീമിന്റെ ഇപ്രാവശ്യത്തെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്രസീൽ എന്ന് പറഞ്ഞാൽ റെഡിവാൾ ജൂനിയർ എന്ന് പറഞ്ഞ ബ്രസീലിന്റെ കോച്ചാണ് ഇപ്പോൾ താൽക്കാലികം. അയാളാണ് ഇപ്പൊ നിലവിലെ കോച്ച്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഒരു സ്ട്രൈക്കർ പോലെ വിനീഷ്യസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു മാറ്റം മതി. വിനീഷ്യസ് സസ്പെൻഡ് ആയിട്ട് പുറത്തു പോയില്ലേ. കാരണം അതിനെന്താ അറിയോ, പിന്നെ റാഫിഞ്ഞോ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് പ്രശ്നം അറിയോ, കഴിഞ്ഞ 2002 വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ സ്ട്രൈക്കർ എല്ലാവർക്കും അറിയാം, റൊണാൾഡോ. എന്തെങ്കിലുമൊക്കെ ടീം ആവണം, ഏത് ഭാഗത്തുനിന്ന് കിക്ക് എടുത്താലും കോളാം. റോബർട്ടോ കാർലോസ്, കഫൂർ, റിവാൾഡോ ഒക്കെ. ഇപ്പോഴത്തെ ബ്രസീലിനെ കുടുങ്ങി യഥാർത്ഥ മധ്യനിര കളിക്കാരില്ല. മധ്യനിര കളിക്കാരില്ലാത്തൊരു പ്രശ്നമാണ് യഥാർത്ഥ സ്ട്രൈക്കർ. കാരണം ഇനിയിപ്പോൾ 26 ലോകകപ്പ് റെഡിവാൾ ജൂനിയർ നിലക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നിലന്നാലില്ലെങ്കിലും ഒരുപാട് കുറച്ചൊക്കെ മാറ്റങ്ങൾ ബ്രസീൽ 26 ലോകകപ്പിലേക്ക് കളിക്കും. നെയ്മർ പിന്നെ എപ്പോഴും പരിക്കിന് പിടിയിലായ ഒരു കളിക്കാരനാണ്. നെയ്മറിന് ഇനി ഫോം നഷ്ടപ്പെട്ടു ഉറപ്പ് പറയാൻ പറ്റില്ല. അത് മാത്രമേ 26 ലോകകപ്പിൽ എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഇപ്പോൾ ഉറൂഗിലോ ടൈം ബേക്കറാ തോൽക്കണേ. ഉറൂബിലെ ലാറ്റിൻ അമേരിക്കയിൽ ശക്തമായ ടീമാണ് ബിയൽസന്റെ നേതൃത്വത്തിലുള്ള ഉറൂഗ എന്ന് പറഞ്ഞത്. അപ്പൊ ഉറൂഗനെ പിന്നെ വിനീഷ്യസ് ഫോർവേഡ് ഇല്ല, ടൈം ബേക്കറാക്കി അടങ്ങുന്ന ഉറൂഗനോട്. അപ്പം ഒരുപാട് മാറ്റം വേൾഡ് കപ്പിൽ വരാൻ സാധ്യത ഉണ്ട്. കുറച്ച് കോച്ചിന് മാറുമില്ലെന്ന് അറിയില്ല. ഈ യഥാർത്ഥത്തിൽ മധ്യയിൽ ഫോർവേഡൊക്കെ വന്നാലും ഓലൊക്കെ മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങള് ഇപ്രാവശ്യം അർജന്റീനയും കൊളംബിയയും കളിച്ചപ്പോഴേ കൊളംബിയക്ക് മുട്ടാൻ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടൊരു സമ്മതം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ കഴിഞ്ഞ വേൾഡ് കപ്പ് അല്ല, അതിന്റെ മുന്നത്തെ വേൾഡ് കപ്പ് സത്യം പറഞ്ഞാൽ ശരിക്കും ബ്രസീൽ അടിക്കേണ്ട ഒരു വേൾഡ് കപ്പ് ആയിരുന്നു. അന്ന് A7 പെട്ടി അന്ന് 14 അത് ബ്രസീൽ അടിക്കേണ്ട എന്തുകൊണ്ട് സെറ്റ് ടീമായിരുന്നു. പക്ഷെ അന്ന് കൊളംബിയ നെയ്മറിനെ മുറിച്ചിട്ട് ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ഞങ്ങൾ പതറിയില്ലേ. ആ ദേശത്തുണ്ട്. എന്നാലും കൊളംബിയ പെരുങ്കളിയെ കളിച്ചു, യജാതി കളി, ഓലൊക്കെ സ്പീഡ് ഒന്നും പറയാനില്ല. എന്നാലും കൂട്ടിട്ട് എല്ലാരും ഇപ്പം പിന്നെ കൊളംബിയന്റെ ഫാൻസ് ആയിട്ട് മാറി. വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ ആളായിട്ട് മാറി എല്ലാ ആരാധകരും. പിന്നെ ഈ വേൾഡ് കപ്പ് ഖത്തർ ലോകകപ്പ് അപ്പൊ എല്ലാരും കൊളംബിയന്റെ ഫാൻസ് ആയി സ്നേഹിച്ച് കൊളംബിയനെ കൊന്നു. ഈ കൊളംബിയനെ എല്ലാരും കൊണ്ട് സ്നേഹിച്ച് കൊളംബിയൻ ഇല്ലാതാക്കി. അതപ്പൊ സംഭവിച്ചത്. എല്ലാ ഫാൻസും ഒന്നായിട്ട് കൊളംബിയ ആനാണ് ചേനാണ്. കൊളംബിയ എന്ന ടീമാട്ടോ, നമ്മൾ തള്ളിക്കളിയില്ല. എന്നാലും സ്നേഹം കൂടിപ്പോയി. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ സ്നേഹിച്ച് തളച്ചാലുണ്ടാവും, കിടക്കാവില്ലേ? അതേ സംഭവിച്ചത്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി പറഞ്ഞോ, ഇനിയിപ്പോ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഏത് ഫ്രാൻസിനെ കുറിച്ചാണെങ്കിൽ ഫ്രാൻസ് വളരെ വീക്കായി ഈ ഫ്രാൻസ് യൂറോ കപ്പിൽ. എന്താ കുടുങ്ങിയ അറിയില്ല. ഫ്രാൻസിന് ദശാംശം മാറുമെന്നൊന്നും അറിയില്ല കോച്ച്. പക്ഷെ അവിടെ പിന്നെ സാലിബ ഗുണ്ട്, അതുപോലെ കമാവിങ്, അതുപോലെ ഉണ്ടല്ലോ, പിന്നെ എംബാപ്പ ലോകത്ത് അറിയപ്പെടുന്നത് 2018 അർജന്റീനുമായിട്ട് പ്രീകോട്ടുള്ള. അതാണല്ലോ അർജന്റീന ഡിഫൻസിൽ വെച്ചിട്ട് കൊണ്ടിട്ടുണ്ട് 2018 ലോകകപ്പിൽ. ആ ലോകകപ്പ് പിന്നെ അജാതി ഒരു കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ല കളി കളിച്ചാണ്. അവസാന നിമിഷം അർജന്റീന ഞാൻ കണ്ടതാണല്ലോ. ലൈവ് കുടിച്ചോ മറ്റേ കുടിച്ചോ ഒക്കെ വൈത്തലെ കണ്ടാണല്ലോ. അല്ല, അത് ഞാൻ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിട്ട് വന്നതൊന്നുമല്ല. നീ വാടാ, കഴിഞ്ഞ വേൾഡ് കപ്പില് നീ വരണം. ഞാൻ ബ്രസീലാണല്ലോ, മുപ്പര അർജുൻ, നീ വരണം, നീ വേണം, നീ എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നിട്ട് ഈ തന്ത ഗോൾ അടിച്ചപ്പോ പാഞ്ഞിക്കിട് പൂള കണ്ട് 2-2 ഗോൾ ജയിച്ചു നിന്നപ്പോള് 2 തിരിച്ചടിച്ചപ്പോ ഈ തന്തപ്പൊടി പാഞ്ഞിക്കിട് പൂള കണ്ടത്തേക്ക് ഞാൻ വരൂല. എന്നിട്ട് ഈ ക്യാമറ തൂക്കി പിടിച്ച് ഞാൻ പോണം പൂള കണ്ടത്തേക്ക്. അപ്പൊ ആ ഫോമിലേക്ക് എംബാപ്പ വളരാൻ സാധിച്ചില്ല. ഈ യൂറോ കപ്പിൽ വളരെ വീക്കാണ്. ഇപ്പൊ എന്താ അറിയില്ല. പിന്നെ ഇനിയിപ്പോ പിന്നെ യൂറോപ്യൻ ചാമ്പ്യൻസ് പരിക്കായാലും യഥാർത്ഥ ഫോമിലേക്ക് എംബാപ്പക്ക് ഉയർന്ന ചാമ്പ്യൻസ് ലീഗ്, UEFA ചാമ്പ്യൻസ് ലീഗ് എടുക്കല്ലോ. ഇപ്പൊ പോയി ഇന്നിപ്പോ മറ്റേ കൂറുമാറി വേറെ കൂട്ടുകേരി എംബാപ്പെ യഥാർത്ഥ ഫോമിലല്ല. അതുകൊണ്ട് പിന്നെ ഫ്രാൻസും ഇനിയിപ്പം വേൾഡ് കപ്പിലൊക്കെ ഫ്രാൻസ് തന്നെ ടീമാട്ടോ. പക്ഷെ ഈ പ്രാവശ്യം അർജന്റീന അടിക്കാൻ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീന അടിക്കാൻ ബ്രസീലും അർജന്റീന ലാറ്റിൻ അമേരിക്ക മുട്ടണ്ടീനി അവിടെ വെച്ചിട്ട് ബ്രസീൽ പോയി. അല്ലെങ്കിൽ ഇന്നത്തെ കളി എന്തോ ഒരു ലോകം തന്നെ എത്ര. നമുക്ക് അടുത്ത വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിൽ അടുത്ത വേൾഡ് കപ്പ് പറഞ്ഞാൽ കളിച്ചോണ്ടിരിക്കുമ്പോ ബ്രസീലൊക്കെ മൈതാനം വരെ വെള്ളം മുക്കി കല്ലിട്ട് കൊടുക്കാണ്. അർജന്റീന കാത്തിരിക്കണ്ട്, വെയിറ്റ് ചെയ്യണ്ടോ അല്ലേ? അർജന്റീന വെയിറ്റ് ചെയ്തിട്ട് ഓല് വെയിറ്റ് ചെയ്തിട്ട് വെറുതെ വെയിറ്റ് ചെയ്യണേ. ഓല് എത്തില്ല, ഓല് വൈക്കത്തെ പോയിക്കോളിപ്പോ ഈ ഒരു 4 കൊല്ലല്ലേ ഈ ഡയലോഗ് വരൽ തുടങ്ങിയിട്ടുള്ളൂ. 36 കൊല്ലങ്ങള് മുടട്ട് കാത്തിരുന്നില്ലേ? വേറെ ഈ കോച്ച് വന്നാലും ഭയങ്കര വിശ്വാസമാണ്.
സ്കലോണിയാ സ്കലോണി വന്നാലും ഭയങ്കര വിശ്വാസമാണ്. അർജന്റീന ആരാധകരൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഈ കോച്ച് വന്നാരാണ് ഞങ്ങള് ഈ 36 കൊല്ലങ്ങളെ സങ്കടവും കണ്ണീരും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടേ ഞങ്ങള് ബ്രസീൽ മൊത്തത്തിലൊന്ന് ഒതുങ്ങിയൊരു മൂലക്കൊക്കെ നിന്നതാണ്. ഒരു 4-5 കൊല്ലെങ്കിലും ആ മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ്, ഞാൻ മെസ്സി ഫാനാണ് ഉള്ള പറയാലോ. മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അർജന്റീന ഫാനല്ല, നിങ്ങളെ ഈ അർജന്റീന ഫാൻസിന്റെ ഈ ഒച്ച ഇതുകൊണ്ടാണ് നമ്മള് ഇത് മാറിയത്. അർജന്റീന ഫാൻ ആണ്ട, പക്ഷെ കളി എവിടെ കണ്ടാലും ആ കളി ജീവിലെത്തിയാൽ പറഞ്ഞോ. ഞാന് ഇപ്രാവശ്യം ബ്രസീലിനെയും നമ്മള് കുറ്റം പറയുള്ളൂ. ഈ പ്രാവശ്യം ടീം 5 പൈസക്കില്ല. നിങ്ങളെ അഭിപ്രായം എന്താ? ബ്രസീൽ ഞാനോട് പറഞ്ഞില്ലേ, ഈ യഥാർത്ഥ മധ്യ ഫോർവേഡ് ഒക്കെ ഇല്ലാത്ത പ്രശ്നമാണ്. നമ്മളൊക്കെ കളി തുടങ്ങിയിരുന്ന സമയത്ത് ഒരു ബ്രസീൽ ടീം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കളിയായിരുന്നു 2002 തോന്നുന്നു ഫ്രാൻസിനായിട്ട്. ആ മറ്റേ കാർലോസ് സോക്സ് കയറ്റിയപ്പോ 2006 അന്നൊക്കെയുള്ള ടീം അഡ്രിയാനോ, കാർലോസ്, പിന്നെ റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, കഫു, പിന്നെ കക്ക, റോബിഞ്ഞോ, കുട്ടീഞ്ഞോ, ഇത് വേറെ ഉണ്ടല്ലോ. അത് കേട്ടിട്ട് ആ അഡ്രിയാന, കാർലോസ്, അതേപോലത്തെ റൊണാൾഡീഞ്ഞൊക്കെ അന്നൊരു ടീമുണ്ട്. അന്നൊക്കെയാണ് നമ്മള് ബ്രസീൽ ഫാൻ ആയത്. പക്ഷെ ഇന്ന് നമ്മള് ബ്രസീൽ ഫാൻ തന്നെയാണ്, എല്ലാന്ന് പറയില്ല. പക്ഷെ ഇപ്രാവശ്യം ഒരു 3-4 കൊല്ലമായിട്ട് ഞങ്ങളൊന്ന് ഒതുങ്ങിയതാണ്. അർജന്റീനക്കാർ 10-36 കൊല്ലമായിട്ട് കഷ്ടപ്പെടാനല്ല ആ മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ള വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഒതുങ്ങി നിന്നതാണ്. ഇനി നിങ്ങള് അതാണ് മറന്നാളി. ഇനി നമ്മൾ ഇട്ടരൂല. 2026 മുതല് അർജന്റീന കഷ്ടകാലം തുടങ്ങാൻ പോവാണ്. ബ്രസീൽ കേറി വരും, ഇനി കാണാൻ പറ്റും. ബ്രസീൽ കേറി വരാൻ കുറെ ബ്രസീലിന്റെ ആരാധകർ പറഞ്ഞ് 5 പൈസ ഇല്ല ടീമൊക്കെ പറയുന്നത്. എന്താ പറയുക? കാരണം തോല് പറയാൻ കാരണം ഇപ്രാവശ്യം ഇല്ല, യഥാർത്ഥ ഒരു കോച്ച് കിട്ടില്ല. ഇപ്പൊ പിന്നെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പിന്നെ ബ്രസീലിന്റെ കോച്ച് സിദാന അങ്ങനൊക്കെ. പിന്നെ ആരെങ്കിലും നല്ല കോച്ചൊക്കെ വന്നാല് ഒരു മാറ്റം വരും. പിന്നെ യഥാർത്ഥ പരിചയസമ്പത്ത് കുറവുണ്ട് ബ്രസീലിന്റെ. പുതിയ ചെക്കന്മാരല്ലേ. ഈ വേൾഡ് കപ്പ് പോലത്തെ നിലവാരമുള്ള അന്താരാഷ്ട്ര വലിയ കളിയിലൊക്കെ നിലവാരമുള്ള കളിയിലൊക്കെ എന്താ പറഞ്ഞാൽ അന്താരാഷ്ട്ര മത്സരം കുറച്ച് പരിചയസമ്പത്തൊക്കെ ആണല്ലോ. ഇതൊക്കെ മാർത്തെടുക്കും. 26 ലോകകപ്പിലൊക്കെ ഒരുപാട് മാറ്റം വരാൻ സാധ്യത കാണുന്നുണ്ട് ബ്രസീൽ. പക്ഷെ എന്നാലും ഏത് സമയത്തും ഇപ്പൊ അർജന്റീന മുന്നിൽ ബ്രസീൽ വന്നാൽ അർജന്റീന വിയർക്കൂല എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഒരു കളിയാണ് ജയിച്ചു വെച്ചിട്ടാണ് വിയർക്കൂലെന്നറിയാം. ഞങ്ങൾ ബ്രസീൽ എത്ര കളി ജയിച്ചിട്ടുണ്ട് ബ്രസീൽ അർജന്റീന. ഈ പ്രാവശ്യം അർജന്റീന നിങ്ങളെ തോൽപ്പിച്ചാണ് ഏറ്റവും കൂടുതൽ കപ്പ് എടുത്ത് ഞങ്ങളല്ലേ. അല്ല ബ്രസീലും, ഞാൻ ഒരു കാര്യം പറ്റേ, ബ്രസീലും അർജന്റീനയും കളിച്ച ഫൈനലിൽ ഏറ്റവും കൂടുതൽ കപ്പ് എടുത്ത ടീം ഏതാ? അന്താരാഷ്ട്ര മത്സരം ബ്രസീലും അർജന്റീന അന്താരാഷ്ട്ര മത്സരത്തിൽ തമ്മിൽ പരസ്പരം സൗഹൃദ യോഗ്യത ഒക്കെ മുട്ടല്ലോ. അതിനൊപ്പത്തിനൊപ്പാണ്. അത് മാത്രമല്ല ഇപ്പൊ ഓല് രക്ഷപ്പെട്ട കാരണം ഈ കോപ്പയിലെ ഫൈനലിൽ വീട്ടിൽ എത്തിഞ്ഞോലി അവിടെ വയ്ക്കത് പോയതാ. ഈ കോപ്പയിലെ ഫൈനലിൽ ഈ കോപ്പ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. തുടക്കത്തില് ഞങ്ങള് ഒഴിവാക്കാതെ തോറ്റ പിന്നെ അങ്ങനല്ലേ. നിങ്ങൾ ടൈം ബേക്കറിന് മുമ്പേ തോൽപ്പിക്കേണ്ട ഉറുഗനെ ഇപ്പൊ കൊളംബിയ ഒരു ഗോൾ തോൽപ്പിച്ച് ഏകപക്ഷീയമായ അല്ല ടൈം ബേക്കർ തോൽപ്പിച്ച് കൊളംബിയ. ഉറുഗ ടൈം ബേക്കർ തോൽപ്പിച്ച് ഉറുഗനെ. അപ്പൊ ആ ടൈം ബേക്കറും കൊടുത്തു. അലീസൻ നല്ല ഗോൾകീപ്പർ ഇനി ബസിന്റെ. പക്ഷെ ടൈം ബേക്കർ പ്രതീക്ഷ ഉണ്ടായിനി. ആലീസനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാ പ്രശ്നം. പിന്നെ നമ്മളൊരു പെരണ്ടാക്കുന്നില്ല. ഉഷാറല്ലേ? പെണ്ണുങ്ങളോ നമ്മളോട് കല്യാണം പറഞ്ഞു? എന്നോട് ഞാൻ പറയാക്കുവോ? ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്യും. കാരണം നമ്മളെ ആൾക്കാരൊക്കെ ചോദിക്കണം നമ്മളെ ആളാടെ പോയി ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വിദേശത്താണ്. അല്ല ഞാൻ എന്താ അറിയോ, നിങ്ങളെ പിന്നിൽ കൊറേ വീഡിയോ ചാനലുകാരുണ്ട് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ. ഓലൊക്കെ പ്രൊഫഷണൽസ് ആണ്. ഓൽക്ക് എങ്ങനെ ഇന്റർവ്യൂ എടുക്കാം, എങ്ങനെ സംസാരിക്കാം. നമ്മൾ നാടൻ മനുഷ്യരാണ്. അല്ല ഞാൻ നമ്മള് ഒരു കളി പറഞ്ഞാൽ സീരിയസ് ആയിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളെ അടുത്തുനിന്ന് സീരിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞ മാത്രി ഒരാളും അറിഞ്ഞല്ലോ. നമ്മളും അതല്ല ഞാൻ പറഞ്ഞത്, ഈ കളിയുടെ ഇത്. അപ്പൊ ഞാന് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്
എന്ന് പിന്നെ അതിനെക്കുറിച്ച് വിവരമുള്ള അതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ പോയി ഇന്റർവ്യൂ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പെൻഡിങ്ങിൽ നിന്നാ. നമ്മൾ ഒഴിവാക്കാൻ പറ്റും. നമ്മളിപ്പോ ഇതിന് മുമ്പ് എത്ര ബന്ധമുണ്ടെന്ന് എനിക്കറിയാലോ. നമ്മൾ എത്ര വീഡിയോ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇജ്ജ് വിദേശത്തൊക്കെ പോയി കണ്ടു പറ്റാൻ എനിക്ക് വളരെ സന്തോഷം. ഇജ്ജ് വിദേശത്തെത്തിയോ? വിദേശത്തൊക്കെ കണ്ടു സാറല്ലേ കാലാവസ്ഥ വളരെ സന്തോഷമായി കേട്ടോ. അപ്പൊ ഞാനേ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വരാൻ കാണാ എന്ന് വിചാരിച്ചു. കണ്ടല്ലോ വളരെ സന്തോഷം. കാരണം വരാഞ്ഞാലും ടെൻഷൻ. നമ്മള് വരും. പക്ഷെ തുടക്കത്തില് അതാ അതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കും. നമ്മളെ വീഡിയോ ആൾക്കാർ ചോദിക്കണേ നമ്മൾ ആളാടെ പോയി നാളെ ചെയ്ത് വന്നോളൂ സമയമാകുമ്പോ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഇപ്പൊ വിദേശത്തൊക്കെ പോയി എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറ്റിയല്ലോ. അതെ ഓക്കെ. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. എന്നെ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ഇനിയിപ്പോ നമ്മള് മുട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പിന്നെ അർജന്റീന വല്ലാതെ കുറ്റം പറഞ്ഞ് നടക്കരുത്. കാരണം ട്രോഫികളോട് ട്രോഫി കിട്ടിയിരുന്നു. അതെന്ത് മാത്രം എന്നോട് ഞങ്ങൾക്ക് 5 എത്ര വേൾഡ് കപ്പ് ഉണ്ട്? വേൾഡ് കപ്പ് 3 എണ്ണം. ഞങ്ങൾക്ക് 5 എണ്ണം ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താ കിട്ടിയതേ? 78 എന്ത് ദൈവത്തിന്റെ കൈയുണ്ടാ? പിന്നെ 86 86 2022 2022 അല്ല ഇങ്ങോട്ടേ 86 മർഡോണ എന്തുകൊണ്ട് ആളെ കയ്യോണ്ട് ഗോളടിച്ചിക്കാണ്ട് ആൾക്കാർ വരുന്നില്ല. ഫുട്ബോൾ കളിയിൽ വോളിബോൾ കളിച്ചിക്കാണ്ട് ദൈവത്തിന്റെ കയ്യിന് കാലിന്ന് പറയണ്ടേ കാലോണ്ട് കളിക്കണോ? അതൊക്കെ പല ആൾക്കാർ പറയും. ഇപ്പൊ സിൽട്ടനായി ബ്രിട്ടന്റെ സിൽട്ടൻ അടക്കം വെച്ചിട്ട ഗോളാണ് ലോകത്തെ ഏറ്റവും നമ്പർ 1 ഗോൾ. അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ കാണുമ്പോ വല്ലാതെ തർക്കിക്കാൻ ബ്രസീലിൻ 26 ഫോമിലൊക്കെ എത്തി കപ്പ് കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി. എന്താറിയല്ല 26 അമേരിക്ക മെക്സിക്കോ കാനഡ വെച്ചിട്ട് ലോകകപ്പ് അടക്കാൻ പോവാണ്. ആ ലോകകപ്പിൽ 26 ബ്രസീൽ എങ്കിലും ഫൈനലിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ സെമി ഫൈനലിലേക്ക് എത്തിയിട്ട് സംസാരിച്ചു കപ്പ് തൂക്കിയിരിക്കും. അടുത്ത് തൂക്കണമെങ്കിൽ ജല്ലറി പോയി തൂക്കട്ടെ. ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇയാളെ വർത്താനം കേൾക്കാൻ വേണ്ടി ഇയാളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ബ്രസീൽ അർജന്റീന കുറ്റം പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കൂലല്ലോ. നിങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ കുത്തിരിക്കൂലേ? അപ്പൊ പിന്നെ ഇതിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ. കുറ്റം പറഞ്ഞു നടന്നോ ആ പ്രശ്നമില്ല. പക്ഷെ കേൾക്കുന്ന ഈ പിന്നെ പല ടീമിന്റെ ഫാൻസാരും പറയല്ലോ അർജന്റീന ഫോമിലാണ് ട്രോഫി കൊണ്ട് നടന്നിട്ടുള്ള ഓരോ കമാൻഡുകൾ എനിക്ക് ചെയ്തു. അതാ പ്രശ്നം. നിങ്ങളിപ്പോ ലാസ്റ്റ് 4 കൊല്ലം ഇങ്ങനെ ഓരോരുത്തർ 5 കൊല്ലമായിട്ട് ഒറ്റ കളി തോറ്റിട്ടില്ല എന്ന് എഴുതി വിടണ്. അതിന്റെ അടി ഫേസ്ബുക്കില് അതിന്റെ അടിയിലുണ്ട് സൗദി ഷെയ്ഖിന്റെ ഒരു കൂമ്പാരം ഒറ്റ കളി തോറ്റിട്ടില്ല 5 കൊല്ലമായിട്ട്. എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വിടുക. ഞാനിപ്പോ എന്നോട് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ സന്തോഷമായി. ഇനിയിപ്പോ കളി വരണമെങ്കിൽ ഇപ്പൊ 15 ദിവസം വരുന്നുണ്ട്. അടുത്ത 25 വരും. അതിന് മുമ്പ് ഇനിയിപ്പോ കളിന്റെ അറിയില്ല. ഇനിയിപ്പോ കളി വരുമ്പോ ഉഷാറാക്കാം. അപ്പൊ വിചാരിച്ചപ്പോൾ എല്ലാവരും സന്തോഷമായി. മെസ്സി കയറി പോയപ്പോ ടെൻഷൻ ആയിനി. കാരണം അത് അതിജീവിച്ച് അർജന്റീന നല്ല പോരാട്ടം കൊളംബിയ നടത്തിട്ടോ അത് ഉറപ്പാണ്. നല്ല പോരാട്ടല്ലേ കൊളംബിയ കളിച്ചിട്ടുള്ളൂ. അടുത്ത കളി കൊളംബിയന്റെ കളി എന്താ സ്പീഡ്. അന്ന് രാത്രി മറ്റേ ഇംഗ്ലണ്ടിന്റെയും സ്പെയിന്റെയും കളി കണ്ട പോലെയാണ് കൊളംബിയന്റെ കളി. അർജന്റീന കളി കളിച്ചിട്ടാ അർജന്റീന പെരുക്കം കളിക്കണമല്ലോ. ഓനോട് അങ്ങനെ കളിക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് നല്ല യൂറോപ്യൻ രാജ്യങ്ങൾ വരുമ്പോൾ സ്പെയിൻ്റെ ഒക്കെ പോലത്തെ രാജ്യങ്ങൾ വരുമ്പോൾ അർജന്റീന യഥാർത്ഥ പിന്നെ പെർഫോമിലേക്ക് ഉയർന്നുകൊണ്ട് ലോകത്ത് കളി കളിച്ചു കൊടുക്കും. അപ്പൊ ഫൈനലിസമേ കാണാം. ആയിക്കോട്ടെ കാണാം. ആയിക്കോട്ടെ. ഫൈനൽ ടീമിന്റെ പിറ്റേ ദിവസം ഞാൻ വരൂല. നിങ്ങളെ ഔദ്യോഗികമായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതേപോലെ ബാക്കിൽ ഞാൻ വരും. നമുക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാം. നമ്മളിങ്ങനെ കോമഡിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഞാൻ പെരിക്കുന്ന പെണ്ണുങ്ങൾ ചാണ്ടാക്കിയോ? ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. പോട്ടെ. ഓക്കെ. അപ്പൊ ടാറ്റാ ബൈ. പിന്നെ ഞങ്ങളെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു തമാശക്ക് വേണ്ടിയിട്ടാണ്. മൂപ്പര് കൈക്കോട്ടിട്ടാണ് കുത്തിറക്കാണ്. വാർത്തത് വിളിച്ച് കയറ്റിയതാണ്. എന്റെ വണ്ടിയിലൊക്കെ ചലിയിക്കണേ. സന്തോഷം എന്ന് പറഞ്ഞാൽ ട്രോഫികളെ കുറെ നേടി. നിങ്ങളൊക്കെ സൈക്കിൾ ഈ സന്തോഷം കണ്ടാൽ മതി. നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ടാറ്റ ബൈ. നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.